നല്ലൊരു ചോക്കോനട്ട് കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫുൾ റെസിപ്പിയും അതുപോലെ തന്നെ അതിൻ്റെ ഡെക്കറേഷനും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കേക്ക് വളരെ നല്ലൊരു ഇത് കഴിച്ചവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു റിവ്യൂ തന്ന കേക്കാണ്. അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ കസ്റ്റമേഴ്സിന് നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കേക്കാണിത്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ ഞാനങ്ങ് മാറ്റുകയാണ് കേട്ടോ. മൈദയ്ക്ക് പകരമായിട്ട് അതേ അളവിൽ കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, 2 ടേബിൾ സ്പൂണ്. കേക്കൊക്കെ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് കൃത്യമാവണമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് ഒട്ടും ചേഞ്ചസ് വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ കേക്ക് പെർഫെക്റ്റായിട്ട് കിട്ടാൻ പാടാണ്. എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുത്തത്. 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണ് പകുതി 1/8 ടീസ്പൂണ് സോൾട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്കിന്ന് സീവ് ചെയ്യാൻ പോവുകയാണ്. പല വട്ടം നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് സീവ് ചെയ്യുന്നതെന്ന്. ഇതെല്ലാം ഒന്ന് മിക്സാക്കി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. പല വട്ടം അരിച്ചെടുത്താൽ ഇത് പെർഫെക്റ്റായിട്ട് എല്ലാം ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അത് മറക്കരുത്. ഈ ഒരു സ്റ്റെപ്പ് ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിപ്പോൾ ഒരു ബൗളിലേക്ക് 1/4 കപ്പിൻ്റെ ഒരു പകുതി, ഇത് 1/4 കപ്പാണ്. അതിൻ്റെ ഒരു പകുതി അളവിൽ ഞാനിവിടെ ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് കോയിൻസ് ആണിത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ് ആണെങ്കിലും എടുക്കാം. അതിലേക്ക് നല്ല ചൂട് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചൂട് പാൽ ഒഴിച്ചു കൊടുത്താലാണ് പെട്ടെന്ന് ഇത് മിക്സായി കിട്ടുന്നത്. ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ബീറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഞാനത് പൊടിച്ചിട്ടില്ല, ചെറിയ തരി പഞ്ചസാരയാണ്, അതുകൊണ്ട് പൊടിച്ചിട്ടില്ല. കുറേശ്ശായിട്ട് നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് സ്പീഡ് 1-ലിട്ട് മാത്രം ഫ്യൂ സെക്കൻഡ്സ് മാത്രം ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. സ്പീഡ് കൂട്ടി ബീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ വളരെ ഒന്ന് മിക്സ് ആവുന്നവരെ മാത്രമായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവൂ ഓയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ. ഇനി നമുക്ക് മുമ്പ് എടുത്ത് വെച്ചേക്കുന്ന പാലും ചോക്ലേറ്റ് ചിപ്സിൻ്റെ മിക്സ് ആണെങ്കിൽ ഏകദേശം ആറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ കുറേശ്ശെയായിട്ടിട്ട് നമുക്കിത് ഇളക്കിയെടുക്കണം. അപ്പം എല്ലാം ബാറ്ററെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 8 ഇഞ്ചിൻ്റെ പാനാണ്. ബട്ടർ തൂത്തിട്ട് ഇതുപോലെ തന്നെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് വെള്ളത്തിൽ 5 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് സിറപ്പാക്കി വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഈ കേക്ക് വെക്കുന്ന സമയത്ത് തന്നെ, കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ പ്രിപ്പയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കേക്കൊക്കെ ബേക്കായി എടുക്കുമ്പോഴത്തേനും അത് ആറുമ്പോഴത്തേനും ഇതും നന്നായിട്ട് ആറി കറക്റ്റായിട്ട്. ഞാനിത് 170 ഡിഗ്രിയിൽ അറൗണ്ട് 50 മിനിറ്റ്സ് ബേക്കാക്കി എടുത്ത കേക്കാണ്.
ഓരോരുത്തരുടെ ഓവനിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗനാഷ, ഈ ഗനാഷയുടെ റെസിപ്പി ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാർഡും ഞാനിവിടെ ഇടാം. നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ ചെയ്ത അളവിൻ്റെ ഹാഫ് എടുത്തിട്ട് വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇത് രണ്ടുകൂടെ ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് വരാൻ പോവാം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയ സെയിം പാത്രം തന്നെയാണ്. അപ്പോൾ അതിലോട്ട് കുറച്ച് ചോക്കോപ്രലൈൻ എന്ന് പറയും. ഞാനിപ്പോൾ ആൽമണ്ടും കാഷ്യൂസും പിന്നെ കുറച്ച് പ്രലൈനോട് പൊടിച്ചതാണ്. നിങ്ങൾക്ക് ആൽമണ്ട് കാഷ്യൂസ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഗനാഷയുടെ കുറച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഈ ഒരു ടെക്സ്ചറിൽ ആക്കിയെടുത്താൽ നമ്മൾ ഫില്ലിങ് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ? ഇത് കണ്ടോ? നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മളുടെ ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. നമ്മൾ ചോക്ലേറ്റ് കേക്കുകളിൽ ഈ ഒരു ഫില്ലിംഗ് കൊടുത്താൽ നല്ലൊരു ക്രഞ്ചി ടേസ്റ്റാണ്. കഴിക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. കുറച്ച് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യും. ഒരു തിക്കായിട്ടുള്ളൊരു കേക്ക് മുറിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കൊരു നല്ലതായിട്ടൊന്ന് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ബീറ്റ് ആയതിന് ശേഷം ഗനാഷ് ചേർക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ഓവർ ബീറ്റ് ആയി പോകും. അതുകൊണ്ട് ഞാനൊരു 80% ബീറ്റ് ആയതിന് ശേഷം ഗനാഷ് ചേർത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കറക്റ്റാക്കി എടുക്കായിരുന്നു. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇതുപോലുള്ള ഈ ഒരു കളറിൽ ഗനാഷ് ചെയ്തെടുക്കാൻ പറ്റും വളരെ ഭംഗിയായിട്ട്. ഇതുപോലെ എയർ ബ്രഷ് ഗോൾഡൻ കളർ എയർ ബ്രഷ് ചെയ്തിട്ടുണ്ട്. അതൊരു ചെറിയൊരു എഫക്റ്റ് വരാൻ വേണ്ടിയാണ്. ഇതിന് മുകളിൽ ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലോട്ട് എടുത്തിട്ട് അതിൻ്റെ ടിപ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്.
വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ഇതിൻ്റെ മുകളിൽ ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ചുമ്മാ അതൊരു ഡിസൈൻ കൊടുത്തേ ഉള്ളൂ. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ ചെറീസൊക്കെ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. അതുവരെ ബൈ ഫ്രം JNJ ഫുഡ് വേൾഡ്.